ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവ പൈതലിനോടും പരിശുദ്ധാത്മാവിന് ഓർപ്പിക്കുവാനുള്ളത്, താങ്കൾ ഒരു വിശ്വാസിയാണ് എന്ന ബോധ്യം ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുകയാണ്. വിശ്വാസിയാണെങ്കിൽ വേദപുസ്തകം പറയുന്നു, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതണം. നമ്മുടെ പിതാക്കന്മാർ കർത്താവിന് വേണ്ടി നിലനിന്ന, വിശ്വാസത്തിന് വേണ്ടി അണുവിട പിന്മാറാതെ നിലനിന്ന അതേ അനുഭവങ്ങളിൽ നാം ഓരോരുത്തരും വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുകയും നാം കണ്ടെത്തിയ വിശ്വാസത്തിന് വേണ്ടി നല്ല പോർ പൊരുതുകയും ചെയ്യണം. പോര് എന്ന് പറയുന്നത് യുദ്ധം എന്നാണ്. നാം കണ്ടെത്തിയ വിശ്വാസത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് മുന്നേറുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. നല്ല പോർ പൊരുതുവാൻ ഇടയായിത്തീരണം. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക മാത്രമല്ല, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ലഭിച്ചിട്ടുള്ളതാണ് നിത്യജീവൻ. ക്ഷയവും പാട്ടവും മാലിന്യവുമുള്ള ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന യാതൊന്നിനോടും കൂടെ നശിച്ചു പോകാതെ നിലനിൽക്കുന്ന ഒരു നിത്യജീവനെ സ്വന്തമാക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകിയിരിക്കുകയാണ്. പലപ്പോഴും കണ്ണുനീരും വേദനകളും നിരാശകളും ഒറ്റപ്പെടലുകളും മറ്റുള്ളവരാൽ ത്യജിക്കപ്പെടുന്ന അനുഭവങ്ങളും ജീവിതത്തിൽ വരാം. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, നിരാശകൾ ജീവിതത്തിൽ വരുമ്പോൾ തളർന്നു പോകരുത്. തിരുവെഴുത്ത് പറയുന്നു, നാം വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതിയവരും നിത്യജീവനെ മുറുകെ പിടിച്ചവരുമാണ്. നിത്യജീവനെ മുറുകെ പിടിച്ച ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ നിരാശയ്ക്ക് സ്ഥാനമില്ല. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോഴും സ്തേഫാനോസിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. അവൻ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇവർക്ക് ഈ പാപത്തെ നിർത്തരുതേ എന്ന് പറഞ്ഞ് സ്തേഫാനോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. മാത്രമല്ല, ദാനിയേലിന് വിരോധമായി പ്രതികൂലങ്ങൾ വന്നു. ദാനിയേലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഒരു നിത്യജീവനെ മുറുകെ പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി നശിച്ചു പോകുന്ന ഈ ലോകത്തിലുള്ള ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടേണ്ടതില്ല. എന്നാൽ യഥാർത്ഥമായി നിത്യജീവനെ മുറുകെ പിടിച്ച വ്യക്തിയാണെങ്കിൽ അവരെ ദൈവം കൈവിടുകയുമില്ല. ഈ ലോകത്തിലൊന്നും നിലനിൽക്കുകയില്ലെങ്കിലും ദേശത്തിൻ്റെ മധ്യത്തിൽ മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. യോസേഫ്, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതിയ യോസേഫിന് മാന്യമായൊരു ഉയർച്ച ദൈവം നൽകി. അതുപോലെ ഒരു ഉയർച്ച മറ്റനേകർക്ക് വിദ്യാഭ്യാസം കൊണ്ടോ കഴിവ് കൊണ്ടോ നേടുവാൻ കഴിഞ്ഞില്ല. ദാനിയേലിനെ കണ്ടില്ലേ? ദാനിയേലിനെ എത്രത്തോളം ദൈവം ഉയർത്തുവാനിടയായി. നിത്യജീവനെ മുറുകെ പിടിച്ച് വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുന്ന താങ്കൾ ഒരു അർത്ഥപ്പട്ടിണിക്കാരനും ഒന്നുമില്ലാത്ത അനുഭവങ്ങളിൽ തകർന്നു പോകുന്ന അവസ്ഥകളിലും ആകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ആവശ്യമായ നന്മകളും മാന്യമായ അനുഗ്രഹങ്ങളും കർത്താവ് നൽകുക തന്നെ ചെയ്യും. കർത്താവ് കൈവിടത്തില്ല. ആയതിനാൽ നിത്യജീവനെ മുറുകെ പിടിച്ച ഒരു ദൈവ പൈതലാണ് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നത്. വിശ്വാസത്തിന് വേണ്ടി നല്ല പോർ പൊരുതുന്ന ഒരു ദൈവ പൈതലാണ് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നത്. നിരാശകളെ കളയുക, കർത്താവിൽ പൂർണ്ണമായും ആശ്രയം വയ്ക്കുക. മാനിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, സ്വർഗസ്ഥ ദൈവമേ, തിരുമുഖത്തേക്ക് നോക്കുന്നു. ജനത്തെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിക്കുന്നു. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുവാനും നിത്യജീവനെ മുറുകെ പിടിക്കുവാനും തൻ്റെ മക്കൾ വിളിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് ഹല്ലേലൂയ നിർത്തപ്പെട്ടിരിക്കുകയാൽ അവിടുത്തെ കൃപ അവരുടെ മേൽ പകർന്ന് ദൈവം സഹായിക്കും. കർത്താവെ, ഭൗതികമായും ആത്മീകമായും ഒരു ഉയർച്ചകളും നന്മകളും പ്രാപിപ്പാൻ കൃപ ചെയ്യും. യേശുവിൻ്റെ നാമം പറഞ്ഞ് ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവെ കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ.